നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരു ന്യൂ ഫേസിൽ നിന്നും ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. രാധിക, യു ആർ ഗ്രേറ്റ്. മലയാള സിനിമയ്ക്ക് ഒരു വാഗ്ദാനം തന്നെ താൻ. ഇനി അവളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും കണ്ടറിയണം, തൊട്ടറിയണം, പോണം. ഇന്നലെ ഉണ്ടാക്കിയ പേര് ഇന്നൊരു ദിവസത്തോടെ കളഞ്ഞു കുടിച്ചു. ഞാൻ എന്ത് ചെയ്യാനാ കൽപ്പന? അടുക്കളയിൽ നിന്ന് അവൾ എന്നെ പിടിച്ചോണ്ട് പോകുന്നു ഞാൻ കരുതിയോ? ഞാൻ ചെയ്തോണ്ട് നിൽക്കുന്നത് നോക്കി നിൽക്കാൻ ഞാൻ പറഞ്ഞതല്ലേ, അതും കേട്ടില്ലേ. ഇതുവരെ ചെയ്തതെല്ലാം തുല്യം തുല്യം. നാളത്തെ ദിവസം നിനക്ക് ക്ലീനിങ്ങും അവൾക്ക് പാചകവും അല്ലേ? ക്ലീനിങ്ങിൽ എന്തായാലും നീ ജയിക്കും. പാചകത്തിൽ ഒരു തവണ തോറ്റതുകൊണ്ട് അവളുടെ കാര്യം സംശയം. പിന്നെ എന്തിനാ പേടിക്കുന്നത്? അങ്ങനെ ഞാനും ചിന്തിച്ചു ചെറിയമ്മേ. അപ്പോഴാ എനിക്ക് വേറൊരു സംശയം തോന്നിയത്. എന്ത് സംശയം? പ്രിയങ്ക വീട് മുഴുവൻ വൃത്തിയാക്കിയത് എപ്പോഴാ? നമ്മളൊക്കെ ഉണർന്ന് എഴുന്നേക്കുന്നതിന് മുൻപ്. അതെ. എന്ന് വെച്ചാ നമ്മൾ ആരും പ്രിയങ്ക ജോലി ചെയ്യുന്നത് കണ്ടിട്ടില്ല. അത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും വൃത്തിയായി ഒരു കാര്യം ചെയ്യാൻ പ്രിയങ്കയെ കൊണ്ട് പറ്റില്ല. പ്രത്യേകിച്ച് ആ പൂജാമുറി ഒരുക്കിയ വിധം. അതൊരു ഭക്തയ്ക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാ. അത്രയ്ക്ക് അടുക്കും ചിട്ടയുണ്ടതിന്. നീ എന്താ പറഞ്ഞു വരുന്നത്? എന്റെ സംശയം ശരിയാണെങ്കിൽ പ്രിയങ്കയെ കാര്യമായി ആരോ സഹായിച്ചിട്ടുണ്ട്. അത് അമ്മയാവാം, മുത്തശ്ശിയാവാം, അല്ലെങ്കിലേ അവളാവാം. ആറ്റുവാശ്ശേരിയിലെ രാധിക. എന്താ നീ പറയുന്നേ? അവള് പാതിരാത്രിക്ക് വന്ന് ജോലി ചെയ്ത് പോയോ? സംശയിക്കുമ്പോ എല്ലാം സംശയിക്കണമല്ലോ. നാളെ അവൾക്ക് പാചകമല്ലേ. ഒരിക്കൽ തോറ്റുപോയ മത്സരത്തില് എങ്ങനെയാണ് അവള് ജയിക്കുന്നതെന്ന് എനിക്കൊന്ന് കാണണം. എന്തെങ്കിലും വിധത്തില് രാധിക ഇവിടെ എത്തുന്നുണ്ടെങ്കിൽ, പ്രിയങ്കയെ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് കൈയോടെ നമ്മൾ പിടിച്ച് മുത്തശ്ശിയുടെ അമ്മയുടെ മുന്നിൽ ഹാജരാക്കിയാ മതി. മത്സരം ഞാൻ വിജയിച്ചതായി അവര് പ്രഖ്യാപിച്ചോളും. അത് നീ പറയുന്നത് സത്യമാണ്. നാളത്തെ ദിവസം ഞാൻ എന്റെ ജോലി ചെയ്തോളാം, നല്ല വൃത്തിയായിട്ട് ചെയ്തോളാം. പക്ഷെ രാധിക വരുന്നുണ്ടോ, അവൾ എന്തെങ്കിലും വിധത്തില് പ്രിയങ്കയെ സഹായിക്കുന്നുണ്ടോന്ന് നോക്കേണ്ടത് ചെറിയമ്മയുടെ ഉത്തരവാദിത്വം. ദേ, തോറ്റാ നമ്മള് രണ്ടുപേരും ഒന്നിച്ച്. ആഗ്രഹങ്ങൾ ഇല്ലാതാകുന്നതും നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച്. ഞാൻ നോക്കിക്കോളാം, നീ ധൈര്യമായിട്ടിരിക്കും. ആക്ഷൻ. ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കുക. ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്. മനസ്സിന് ഇഷ്ടമുണ്ടായിട്ടല്ല നിന്നെ ഞാൻ പിരിയാൻ തീരുമാനിച്ചത്. മരണത്തിന് പോലും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് തീരുമാനിച്ചവളാ. പക്ഷെ അരുതാത്തത് ചിലത് സംഭവിച്ചു. അങ്ങനെയാണ് നമ്മുടെ വിധിയെങ്കിൽ അങ്ങനെയല്ലേ പറ്റൂ. ഞാനൊരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാ. എന്നെ സ്നേഹിക്കുന്നവർക്ക് പകരം കൊടുക്കാൻ എന്റെ ജീവൻ മാത്രമേ എന്റെ കയ്യിലുള്ളൂ. അത് കൊടുക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. വേണ്ട. നമ്മൾ തമ്മിലൊരു വാക്കുകൊണ്ട് പോലും ഇനി അടുക്കരുത്. പിരിയണം. ഇനി ഒരിക്കലും കാണാത്ത വിധം പിരിയണം. നിന്നെ പിരിഞ്ഞ് ഞാൻ ഒരുപാട് കാലമൊന്നും ജീവിച്ചിരിക്കൊന്നുമില്ല. ഏതെങ്കിലും വഴിയരികിൽ ഞാൻ വീണ് മരിച്ചു എന്നാരെങ്കിലും പറയും. അപ്പൊ ഒന്ന് വരണം. അവസാനമായിട്ട് എന്നെ ഒന്ന് കാണാം.
കട്ട്. രാധിക ഗംഭീരമാക്കി കളഞ്ഞല്ലോ. ഒരു ന്യൂ ഫേസിൽ നിന്നും ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. താങ്ക്സ്. രാധിക, യു ആർ ഗ്രേറ്റ്. താങ്ക് യു. മലയാള സിനിമയ്ക്ക് ഒരു വാഗ്ദാനം തന്നെ എത്താൻ. തീർച്ചയായിട്ടും കണ്ടെടുത്തത് ലൈഫിൽ നിന്നല്ലേടോ, അപ്പൊ പിന്നെ അത് പരാജയപ്പെടില്ല. ഗുഡ് ജോബ്. താങ്ക് യു സർ. പറഞ്ഞതൊക്കെ മനസ്സിൽ തട്ടി പറഞ്ഞതല്ലേ? ആ, എന്റെ മനസ്സിലും കൊണ്ടു. നമ്മുടെ അവസ്ഥ അറിഞ്ഞ ആരോ എഴുതി വെച്ച പോലെ. ഹലോ ചേച്ചി, ഷൂട്ടിംഗ് കഴിഞ്ഞോ? ആ, പാക്കപ്പായി. എന്താ? ആ, ചേച്ചി കണിമംഗലത്തേക്ക് വന്നാ മതി. അല്ല, അതെന്തിനാ? കാര്യമുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവിടെ തീർന്നിട്ടില്ല. അല്ല, ഞാനങ്ങനെ വന്നാ മറ്റുള്ളവരെ കാണില്ലേ? അത് നിനക്ക് പ്രശ്നാവില്ലേ? ഒരു കുഴപ്പമില്ല. ഞാനിവിടെ അച്ഛനോടും മുത്തശ്ശിയോടും ഒക്കെ അനുവാദം ചോദിച്ചിട്ടുണ്ട്. ചേച്ചി ധൈര്യമായിട്ടെങ്കിൽ പോര്. എടേ, ഞാൻ അമ്മയോട് ചെല്ലാന്ന് പറഞ്ഞു പോയി. അല്ല, എന്നിട്ടിനി കണിമംഗലത്തേക്ക് വരാന്ന് പറഞ്ഞ? എനിക്കതൊന്നും കേക്കണ്ട. ഇങ്ങോട്ട് എത്തിയേ പറ്റൂ. അച്ഛൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, എനിക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്യണമെന്ന്. ആ പ്രിയേ. ഹലോ ഹലോ. എന്താടോ? പ്രിയനോട് കണിമംഗലത്തേക്ക് ചെല്ലാൻ. നല്ല കാര്യമല്ലേ? താൻ ഒന്ന് വണ്ടി കയറ, നമുക്ക് പോവാം. അല്ലാതെ ശരിയാവില്ല. എന്ത് ശരിയാവില്ലെന്ന്? വിളിച്ചത് തന്റെ അനിയത്തിയല്ലേ? അപ്പോ തന്നെ കൊണ്ടുപോയി കണിമംഗലത്ത് നിർത്തേണ്ടത് എന്റെ ഉത്തരവാദിത്വം. വണ്ടി കയറ. എനിക്കൊന്നും കേൾക്കണ്ട. താൻ എന്റെ കൂടെ വരുന്നു, നമ്മൾ കണിമംഗലത്തേക്ക് ചെന്നിറങ്ങുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.